അല്ല മോളെ, എന്തായി ഉമ്മാന്റെ കുട്ടീന്റെ പോക്കിന്റെ കാര്യം? ടിക്കറ്റ് വല്ലതും റെഡി ആയോ? മോളല്ലേ പറഞ്ഞിരുന്നത് ശമ്പളം നല്ല ഉണ്ട്, അത്യാവശ്യം നല്ല ജോലിയാന്നുള്ളത്. ഇനിയിപ്പോ ശമ്പളം തോനുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെ ഉള്ള കടങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇമ്മക്ക് പോണേനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങള് രാത്രി അവിടെ നിക്കുമ്മ, പകല് ഇവിടെ എങ്ങനെയെങ്കിലും നിക്കാം. രാത്രി പ്രഷർ, ഷുഗർ ഇനി ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല നിങ്ങക്ക്. ആ കാര്യം ആലോചിച്ചിട്ടേ മോള് ബേജാറാവണ്ട. ഇമ്മാന്റെ ആങ്ങളുടെ പേര അതാ ഇവിടുന്ന് 2-3 അടിയോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയില്ല. ഇമ്മാക്ക് പേടിയൊന്നും ഇല്ല. എന്നാൽ ഇനിയിപ്പൊ എന്റെ ഒരു ധൈര്യത്തിന് ഇമ്മ അവിടെ പോയി കൊടുന്നോണ്ട് രാത്രിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞമ്മളൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ ഒരുപാട് സഹായിച്ചതല്ലേ എന്റെ ആങ്ങളിനെ, പ്രത്യേകിച്ച് ഓരോ വീട് പണിക്ക്. ആ നന്ദിയൊക്കെ പോർക്കുണ്ടാവേ, അതൊക്കെ പോര് മറക്കുവോ? ഒരു നേരത്തെ രാത്രിക്കത്തെ ഒരു കെടുത്തം മാത്രല്ലേ ഉള്ളൂ. പിന്നെ ഉമ്മ എപ്പോഴെപ്പോഴും അങ്ങോട്ട് പോണില്ലാന്ന് തന്നെ ഉള്ളൂ. എന്നാലും അവരിങ്ങോട്ട് വരണില്ലാന്നുണ്ടെങ്കിലും ഇമ്മാനോട് അവർക്കൊരു എതിർപ്പൊന്നും ഉണ്ടാവില്ല. അവർക്ക് അങ്ങനത്തെ ഉണ്ട് ഇല്ല എന്നുള്ള അങ്ങനത്തെ ചിന്ത ഒന്നും ഇല്ല മോളെ. നടക്കണ വല്ല കാര്യം പറയുമ്മ. അവർക്ക് ഉമ്മാന്ന് വെച്ച ദേഷ്യാണ്. അവര് പുറമെ കളിച്ചും ചുറ്റും നടന്നിട്ടുണ്ടെങ്കിലും ഇമ്മാന്റെ ആങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളോട് എന്തോ ഒരു അകൽച്ച പോലെയാണ് അവർക്ക്. പിന്നെ നമ്മളിപ്പോ അവരെ വീട് പണിക്ക് സഹായിച്ചിക്കണെന്നുണ്ടെങ്കിൽ ആ സഹായം കൊണ്ടായിരിക്കും നമ്മളോട് അവര് കുടിരിക്കല് പറഞ്ഞതേ. ഒന്ന് പോ പെണ്ണ അവിടുന്ന്. ഇമ്മ അതൊക്കെ മറന്നിക്കണം. ഇമ്മ അതൊന്നും ഇപ്പൊ മനസ്സിൽ കൊണ്ടടക്കുന്നില്ല. ഏതോ കാലത്ത് ഓർക്ക് ഓരോ ബുദ്ധിമോശം തോന്നിക്കണ വെച്ചിട്ട് അതൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ മനസ്സിൽ കൊണ്ടടക്കണം. പിന്നെ അല്ലേലും അവരിപ്പോ പണ്ടത്തെ സ്വഭാവം ഒന്നല്ല, ഓരോ ആകെ മാറിയിരിക്കണം. ഇജയ് പോവാനുള്ളത് റെഡിയാക്കാൻ നോക്ക്. ആ കാര്യം നടക്കട്ടെ. നിന്റെ കെടുത്തത്തിന്റെ കാര്യം വെച്ചിപ്പോ ആലോചിക്കണ്ട. 1-2 കടങ്ങളൊന്നല്ല മോളെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ വീട്ടിൽ എടുക്കണ്ടേ. മോള് പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കട്ടാ. കുടിരിക്കല് പറയാഞ്ഞിട്ട് ഒരു സങ്കടമില്ല, ഒക്കെ മറന്നിക്കണെന്ന്. അവിടെ മിഞ്ഞാന്ന് കൂടി എന്നോട് പറഞ്ഞിട്ടുള്ളൂ ആ സങ്കടം. ആ ആളാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലേലും ആങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സാധനമായി പോയി എൻ്റെ അമ്മ. ആരുമില്ലേ? അല്ല ഇവിടെ ആരും ഇല്ലേ? ആ ഇത്ത ഇരിക്ക്. ആ എന്ത് ചൂടാണോ. ഇരിക്കട്ടെ കുറച്ചേരം. നടന്നിട്ടേ മനുഷ്യന്റെ കാല് കുഴഞ്ഞുപോയി. ഞാനേ 2-3 പാത്രങ്ങൾ ഉണ്ടായിരുന്നു സിങ്കിൽ കഴുകി വെക്കാനേ, അത് കഴുകി വെക്കേന്ന്. മോളെ ഇതാ അമ്മായി വന്നിക്കണേ. എന്ത് ചൂടാണോ. സഹിക്കണില്ല. ഞാനാണെങ്കി ചൂടൊന്നും ഇതുവരെ അറിഞ്ഞിട്ടും ഇല്ല. അവിടെ AC ആയതുകൊണ്ട് എല്ലായിടത്തേ പുയിങ്ങണ് മേലൊക്കെ. എല്ലാ കുട്ടിയെ എന്താ പണ്ടൊക്കെ ഒരു വിചാരം? എവിടെയും കേൾക്കാത്ത പുതുമാതിരിയാണ് ഇജൊക്കെ ഈ കാട്ടുന്നത്. ഈ പെണ്ണായ ഇജൊക്കെ ഗൾഫിൽ പോവാന്ന് വെച്ചാല് നടക്കണ വല്ല കാര്യമാണോ? ഇവിടെ വല്ല ഫാൻസി കടയിലും പോയിട്ട് അന്നാത്തെ ചെലവും ചെയ്ത് പോവുക എന്നല്ലാതെ ഗൾഫിലൊക്കെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കണ വല്ല കൂട്ടാണ്? അതല്ലത്താ, നിങ്ങളിപ്പോ വരുത്തി വെച്ചേ കുറച്ച് കടങ്ങളുണ്ട്. അനാവശ്യത്തിന് വരുത്തി വെച്ചതൊന്നല്ല, ഇവളെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വരുത്തി വെച്ച കടങ്ങളായിരുന്നു. പിന്നെ ഈ വീടിന്റെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വരുത്തി വെച്ചേ കടങ്ങളായിരുന്നു. പിന്നെ പണ്ട് എല്ലാരും സഹായിച്ചിട്ടുള്ള ശീലാണല്ലോ ഇവളുപ്പാക്ക്. അവരാരെ കയ്യിലില്ലെങ്കിലും മറ്റുള്ളവരുടെ വാങ്ങിയിട്ട് മറ്റുള്ളവരെ സഹായിക്കൽ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയൊക്കെ വന്ന കുറച്ച് കടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വീട്ടും വേണം. പിന്നെ ഇവള് പഠിച്ചത് നഴ്സിംഗ് ആണല്ലോ, വിദേശത്തൊക്കെ നല്ല സാലറിയാണ് നഴ്സിംഗിനെന്ന് പറഞ്ഞു. അതാ പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ച്. അല്ലേ ഇവളെ പെണ്ണാന്നുള്ള വില ബോധം വേണം നിങ്ങക്ക്. അതോ പണം ഒന്നായിട്ട് വാരി കൂട്ടാച്ചിട്ടേ പറഞ്ഞയക്കാണാ? അല്ല, അതിനും വേണൊക്കെ ഒരു യോഗേ. മറ്റുള്ളവരെ പോലെ ഒന്നായിട്ട് വാരി കൂട്ടാച്ചിട്ടേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നായിട്ട് ഊരിയും കുത്തിയേ ഇരിക്കലെന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും സംഭവിക്കൂല. അല്ല, ഇവളിപ്പോ പോയിട്ടുണ്ടെങ്കില് രാത്രി നിങ്ങൾ അവിടെ നിക്കല്? ഇവിടെ ഒറ്റക്ക് നിക്കോ നിങ്ങള്? ആ ആ ഒരു വേജാറ് ഇവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു അതിന് പറ്റി ഈ വേജാറാവണ്ട, രാത്രി ആവുമ്പോളേ ഇക്ക് അങ്ങോട്ട് കെടുക്കാൻ വരാലോ. ആ അത് നിങ്ങൾ പറഞ്ഞത് കാര്യാണേ.
പക്ഷെ ഞാനും നിങ്ങളെ ആങ്ങളെയും കൂടിയേ അടുത്ത മാസേ കുഞ്ഞോന്റെ അടുത്തേക്ക് പോവുകയാണ്. ഓനോട് ഞങ്ങൾ കുറേ പറഞ്ഞു വരുന്നില്ല 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 എന്നുള്ളത്. പക്ഷെ ചെക്ക സമ്മതിക്കണ്ടേ? ആ വലിയൊരു പേരെ അടച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നാശമായി പോലെ. അത് ആലോചിച്ചിട്ട് ഞാൻ ഓനോട് പറഞ്ഞത് വരുന്നില്ല വരുന്നില്ല. പക്ഷെ ഓന് ഒരു കൂട്ടം പറഞ്ഞത് ആക്കണില്ല. ഓനക്ക് നമ്മൾ ചെന്നേ പറ്റുള്ളൂ. നിങ്ങളെ ആങ്ങളെന്നുണ്ടെങ്കിൽ ഒറ്റക്കാലം നിൽക്കുന്നുണ്ട്. മകന്റെ അടുത്ത് പോയി കുറച്ചു കാലം നീ അവിടെ പോയി നിക്കണം എന്ന് പറഞ്ഞു. എന്താ ചെയ്യാ? വയസ്സാം കാലത്ത് നിങ്ങളെ ആങ്ങളുടെ ആഗ്രഹമല്ലേ. ഇനിയിപ്പോ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കാഞ്ഞാല് അതും ലാസ്റ്റ് എടുക്ക ഖേദം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ചൊല്ലി കണ്ണീരൊടിക്കാൻ ഇന്നെ കൊണ്ട് വെച്ച. ഞാൻ ഏറെ ആ വലിയൊരു പേരെ അടച്ചിട്ട് പോകേണ്ട കാര്യം ആലോചിച്ചിട്ടാണ്. നാശമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് അടിച്ചേരി തുടക്കാനൊന്നും വയ്ക്കുക. നിങ്ങൾക്ക് കേൾക്കണ ആ കൂട്ടം പറയുമ്പോ ഓൻ പറയുന്നതാണ് അതെ ഒന്നും കൂടി വേണമെങ്കിൽ പുതുക്കി പണിയാന്നുള്ളത്. അതൊക്കെ പണിയാനുള്ള സമ്പാദ്യം ഇന്നിപ്പോ നമ്മളെടുത്ത് ഇല്ലേ? അല്ല, ഓൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒന്നല്ല, അങ്ങനത്തെ 4 പേര വാങ്ങാനുള്ള സമ്പാദ്യം ഇപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. അതിലൊന്നും ഇപ്പൊ നല്ല എടുത്തിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിനും വേണൊക്കെ ഒരു നെയ്മത്തും പറക്കത്തും. ഈ നാളെ ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഇപ്പൊ എവിടേക്കും പോവാൻ നിൽക്കണ്ട. ഇതിപ്പോ രാത്രി ഒറ്റക്ക് ഇട്ടുകാണ്ടേ എനിക്ക് പോവാനും പറ്റൂലല്ലോ. ഇതിപ്പോ തൽക്കാലേ ഇവിടെ വല്ല ഫാൻസി കടയിലോ അല്ലെങ്കിൽ വല്ല ആസ്പത്രിയിലും കേറിക്കോ, നഴ്സായിട്ട് വല്ല ലാബിലും കേറിക്കോ. അന്നാണ് കിട്ടണത് കേട്ടെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാലോ. വലിയ കൊമ്പത്തെ ജീവിതം ഒന്നും ഇപ്പൊ നിങ്ങൾ ആലോചിക്കാൻ നിൽക്കണ്ട. ഓ എന്ത് ചൂടാണ്. ഞാൻ നാളെ ഇറങ്ങട്ടെ. ഇങ്ങക്കേ ഈ ഫാൻസി കാർഡൊക്കെ തന്നെ നടക്കുള്ളൂ. വേറെ നിങ്ങൾക്ക് നടക്കൊന്നുമില്ല. ഓ എന്ത് ചൂടാണ്. എങ്ങനെയാ മക്കളെ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കണ്? ഞാൻ ഇത്രയും കാലമായിട്ട് ചൂടെന്താന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പേര മൊത്തം AC അല്ലേ. ഓ ഇവിടെ വന്നപ്പോ ഇതും അറിഞ്ഞു. ഓ കുയിങ്ങണ് മനസ്സ. ഇനി കൂടുതലൊന്ന് ചിന്തിച്ചിട്ടേ പോണെന്നുള്ള ചിന്ത കണ്ട് ഒഴിവാക്കിക്കാളാം. പറഞ്ഞത് മനസ്സിലായില്ല എനിക്ക്. അമ്മായിക്കാ കൊണ്ട് വരാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാൻ നാളെ ഇറങ്ങട്ടെ. ഇനിയിപ്പോ രണ്ടാക്കും പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ അതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. അതൊക്കെ കണ്ട് ഒഴിവാക്കിക്കാളും. അല്ല ഇവിടെ അടുത്തവിടെ കടയിലൊക്കെ ഒന്ന് നോക്കൂടും. അതൊക്കെ നിങ്ങൾക്കൊക്കെ നടക്കുള്ളൂ. ഈ ഓലപ്പരെ ഇരുന്നുങ്ങാണ്ട് കൊട്ടാരം കെട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ ഞാൻ ഇറങ്ങാണ്. ഇനിയിപ്പോ പറഞ്ഞതൊന്നും മറക്കാൻ നിൽക്കണ്ട. ഞാൻ പോട്ടെ. ഇനിയിപ്പോ അവിടെ അങ്ങോട്ട് നടന്നെത്തണ്ട. ഓ കുയിങ്ങള് നിങ്ങളും വേണം മക്കളെ സമ്മതിക്കാം. അങ്ങക്കൊക്കെ പിന്നെ ഇത് ശീലാണല്ലോ. ഈ ശീലം ചെയ്യാത്ത ഞങ്ങളൊക്കെയാണ് ഇത് കുടുങ്ങല്. ഞാൻ പോയി. ഇതാണ് ഇമ്മ പറഞ്ഞ അമ്മായിന്റെ ആങ്ങളുടെ സ്നേഹം. അവർക്കൊക്കെ പേടിയും അസൂയാണ് ഉമ്മ. നമ്മൾ അഥവാ നന്നായി പോയാലോ വെച്ചിട്ട്. ഇമ്മല്ലേ പറഞ്ഞത് നമ്മളപ്പേ അവർക്ക് വീട് വെക്കാനേ ഒരുപാട് സഹായിച്ചെന്നുള്ളത്. അതിനുള്ള നന്ദിയാണ് ഇപ്പൊ അവരിവിടെ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചല്ലോ. അത് ഇന്നോട് ഫാൻസി കടയ്ക്ക് തന്നെ പോണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒക്കെ നന്ദിയാണ് ഉമ്മ അവർ ഈ ചെയ്യണത്. അത് മോളെ ഇനിയും കരുതി പണം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ഉമ്മ ബന്ധങ്ങളുടെ ഇടയില് സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ ഒരു പുഴുവിന്റെ വില പോലെ ഉണ്ടാവൂല. ഇമ്മ വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. പടച്ചാൻ വലിയവനല്ലേ. അമ്മായിന്റെ വർത്താനത്തിൽ തന്നെ മനസ്സിലായിക്കണേ ആരും എവിടേക്കും പോണില്ല എന്നുള്ളത്. ഇമ്മ അവിടെ പോയി നിൽക്കണേനുള്ളേ ഒരു തരം അസൂയ. ചിലപ്പോ അവരെ മനസ്സിലുണ്ടാവും നമ്മളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോന്ന്. ഈ രക്ഷപ്പെടരുത് എന്നുള്ള ചിന്ത ഉള്ളവർക്കേ പലതും പറയാലമ്മ.